അപ്പോൾ ഭാരതം ഹിന്ദു രാഷ്ട്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. എവിടെയാണ് ഭാരതം? ഭാരതത്തിൽ വേദം എഴുതപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? മംഗോളിയ ചൈന ബോർഡറിലാണ്. അപ്പോൾ ചൈനയാണോ യഥാർത്ഥ ഭാരതം? ശകുനി വിവാഹം കഴിച്ചിട്ടുള്ളത്, ഗാന്ധാരി വന്നിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. അത് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു, ഭരതവംശത്തിലാണ്. ആര്യന്മാരുടെ സംസ്കാരത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടായതെങ്കിൽ ആര്യന്മാരിൽ ഒരു വംശം ഇങ്ങോട്ട് വരികയും മറ്റേ വംശം ഇറാനിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇറാനികളുടെ കസിൻ ബ്രദേഴ്സ് അല്ലേ? അവർ ഇറാഖിൽ പോയിട്ടുള്ള കുറച്ച് പേര് വേറെ ജാതിയായി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവരാരാണ് എന്ന് ചോദിക്കുന്നൊരു ചോദ്യം വരും. കുബേരന്റെ നാട് ടിബറ്റാണ്. ദേവി ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു മതമുണ്ടെങ്കിൽ അത് ഹിന്ദു മതമാണ്. ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ടുള്ള വേറെ ഏതെങ്കിലും മതം എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? എൻ്റെ അച്ഛൻ ഹിന്ദുവായി, അമ്മ ഹിന്ദു ആയതുകൊണ്ട് ഹിന്ദുവായി പോയതാണ്. ഇത് ചോയ്സ് അല്ലല്ലോ. മതം എന്ന വാക്കിനർത്ഥം ഇഷ്ടമെന്നാണ്. നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റവും ഒരു തരത്തിൽ പറഞ്ഞാൽ ഹിന്ദുമത അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ ദൈവസങ്കല്പവും ഒരേപോലെയാണ്. സുഖിനോ ഭവന്തു എന്ന് പറയുന്നവർ പിന്നെ നിങ്ങളുടെ ആളും എങ്ങനെയാവും? പ്രാർത്ഥിക്കുന്ന ഒരാൾ എങ്ങനെയാ പറയാ എന്റെ അമ്പലത്തിൽ നിങ്ങൾ കയറരുത്? കൃഷ്ണന്റെ എന്താ ആയുധം? സുദർശനമാണ്. എന്താ സുദർശനം? ഇന്ത്യയുടെ വൈവിധ്യത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ചർച്ചയാകുന്നത് ഇന്ത്യയിലെ ജാതികളാണ്. ജാതി, മതം. നമ്മുടെ രാജ്യത്തിന് ഗുണകരമാണോ ജാതി വ്യവസ്ഥ, ദോഷകരമാണോ ജാതി വ്യവസ്ഥ? അജാതി മനുഷ്യന്മാർ, ഇജാതി മനുഷ്യന്മാർ. ഇല്ല, എല്ലാവർക്കും ഓരോ തരത്തിലെ ജാതി ഉണ്ടല്ലോ. മതവും ഉണ്ട്. മതം എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നേ അർത്ഥമുള്ളൂ. എൻ്റെ മതം, അഭിമതം എന്നുള്ള വാക്കൊക്കെ അതിനകത്തുനിന്നാണ് വന്നത്. എനിക്കെൻ്റെ ഇഷ്ടം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എൻ്റെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമായിട്ട് കൂട്ടിക്കലത്തേണ്ട കാര്യമൊന്നുമില്ല. ഓരോരാൾക്കും അവരവരുടെ ഇഷ്ടം. ജാതി, എനിക്ക് തോന്നുന്നു ജാതി ഭേദം, മതദ്വേഷം, ആ ദ്വേഷം വരുമ്പോഴാണ്, ഭേദം വരുമ്പോഴാണ്. ശ്രീനാരായണ ഗുരു മാത്രം ഇത്രയും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികം ആദ്യം നടന്നത് വത്തിക്കാനിലാണ്, രണ്ടാമത് നടന്നത് ഡൽഹിയിലാണ്. അത് ഓർഗനൈസ് ചെയ്തത് ഞാനാണ്. ഞാൻ ചെയർമാനായിരിക്കുന്ന പാഞ്ചജന്യമാണ്, ഭാരതമാണ് അവിടെ ഓർഗനൈസ് ചെയ്തത്. അവിടെ ജൈൻ, ബുദ്ധിസം എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ സ്കൂൾസിൽ നമ്മുടെ ഈ സാധാരണ കൾച്ചറൽ ഫെസ്റ്റിവല്, സ്പോർട്സ് ഫെസ്റ്റിവല്, സ്പോർട്സൊക്കെ ഫെസ്റ്റിവലാണല്ലോ അല്ലേ? അങ്ങനെ കുറേ ഫെസ്റ്റിവൽ നടക്കില്ലേ? റിലീജിയസ് ഫെസ്റ്റിവൽ നടത്തുമോ? അമേരിക്കയിൽ നടന്നതിൽ ഹിന്ദു മതത്തെ റെപ്രസെൻ്റ് ചെയ്ത് പോയാണ്. സ്കൂൾ റിലീജിയസ് ഫെസ്റ്റിവൽ. ഓരോ റൂമിലും ഓരോ റിലീജിയന് വിട്ടുകൊടുക്കുക. നിങ്ങൾ അവരുടെ ബുക്സ് ഡിസ്പ്ലേ ചെയ്യുക. അവിടുത്തെ സന്യാസിമാർ, ഇപ്പോൾ ബുദ്ധിസത്തിൻ്റെ സന്യാസിമാർ അവിടെ ഇരിക്കും. വരുന്ന കുട്ടികളോടൊക്കെ ബുദ്ധിസത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. തൊട്ടടുത്ത റൂമിൽ മുസ്ലിം ഇരിക്കും, മുസ്ലിമിനെ കുറിച്ച് അവർ പറഞ്ഞു കൊടുക്കുക. തൊട്ടടുത്തതിൽ ക്രിസ്ത്യൻ ഇരിക്കും. അങ്ങനെ ഹിന്ദുവിൽ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഡിസ്കഷനിൽ ലുക്ക് അറ്റ് റിലീജിയസ് ഡിസ്കഷൻ ഡോക്ടർ TPS, യു വിൽ സീ ദാറ്റ്. അപ്പോൾ അതിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഭാഗ്യവശാൽ ഹിന്ദുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് തന്നെയാണ്. പക്ഷേ ഹിന്ദുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിരുന്നാലും ഞാൻ പറയാറുള്ളത്, ഞാൻ ഹിന്ദു മതത്തിൽപ്പെട്ട ആളല്ല. എൻ്റെ അച്ഛൻ ഹിന്ദുവായി, അമ്മ ഹിന്ദു ആയതുകൊണ്ട് ഹിന്ദുവായി പോയതാണ്. ഇത് ചോയ്സ് അല്ലല്ലോ. മതം എന്ന വാക്കിനർത്ഥം ഇഷ്ടമെന്നാണ്. എൻ്റെ ഇഷ്ടമല്ല എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും, ആയിപ്പോയതാണ്. പിന്നെ ഇഷ്ടപ്പെടുകയാണ്. അപ്പം ഞാൻ പഠിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല നമ്മൾ. പക്ഷെ എൻ്റെ കൂടെയുള്ളവരൊക്കെ കുറേ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിട്ടും മുക്കിയിട്ടും കട്ട് ചെയ്തിട്ടും ഒക്കെ മാറ്റുന്നവരാണ് ബാക്കി ജാതിക്കാർ അല്ലെ? ട്രിം ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ അങ്ങനെ ആക്കുമല്ലോ. ഇപ്പം ഇങ്ങനെ താടി വളർത്തിയാൽ കുറച്ച് ഡിഫറൻറ്റ്, കുറച്ച് മാറ്റിയാലോ ഇല്ലേ, ഡിഫറൻ്റ് ആയില്ലേ? അപ്പോൾ ഓരോരാൾക്കും നമ്മളിടുന്ന, ഇപ്പം പലപ്പോഴും ഞാൻ എൻ്റെ ജുബയും ഒക്കെ കഴിഞ്ഞിട്ട് ചില കോളേജിലും സ്കൂൾസിലൊക്കെ പോയിട്ട് പള്ളിയിൽ അച്ഛന്മാരൊക്കെ ഇരിക്കുന്നത്. ഇപ്പം ഇന്നലെയൊക്കെ ഫാദറിൻ്റെ കൂടെയായിരുന്നു. 2-3 ഫാദർമാരും അതിനിടയിൽ ഞാനും. ഇപ്പം ചിലപ്പോൾ ഞാനും വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെന്നായിരിക്കും ജുബ. എൻ്റെ തൊട്ടടുത്ത് അച്ഛനെ പോലെ തന്നെ തോന്നും. അടുത്തിരിക്കുന്ന ഞാൻ എയർക്രാഫ്റ്റിൽ ചിലപ്പോൾ ഇത് എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ഡയാസിസ് എന്നോട് ചോദിക്കാറുണ്ട്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ സ്കൂൾ മാഷ് ഇതേലത്തെ ജൂബയൊക്കെ ഇട്ട് അച്ഛന്മാർ പുറത്ത് നടക്കുകയും ചെയ്യും. എൻ്റെ തന്നെ സ്കൂൾ മാഷ് എന്നെ കണ്ടിട്ട് ഒരു പ്രാവശ്യം ഫാദർ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, മാത്തുക്കുട്ടി മാഷക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാൻ TP ബാലകൃഷ്ണൻ്റെ അയ്യടാ. അങ്ങനെ ഞാനൊരു കവിത എഴുതി. അത് കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരേക്ക് വരുമ്പോഴാണ്.
അപ്പോൾ ഷൊർണൂർ എത്തുമ്പോഴത്തേക്കും കവിത എഴുതിയത് മിസ് അണ്ടർസ്റ്റുഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ട് കവിത ഉണ്ട്. റിതം ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ്. അത് ഓൺലൈൻ അവൈലബിൾ ആണ്, ആർക്കും എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളെ അപ്പൊ ഞാൻ പറഞ്ഞു നല്ലതാണ്, കാരണം നല്ല വ്യക്തി ആയതുകൊണ്ടല്ലേ എന്നെ വന്ന് കണ്ടത്. അയാൾ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഞാൻ മോശമാണെങ്കിലോ എൻ്റെ അടുത്ത് വരികയില്ലല്ലോ, എന്നെ വിരോധിയായിട്ടും കാണും. അപ്പൊ പലപ്പോഴും നമ്മൾ ഒരാളുടെ ഒരു സ്റ്റേച്ചർ നോക്കിയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറി അല്ലേ. ഇപ്പൊ ഞാൻ ഒരു പൊട്ടു തൊട്ടാൽ ഹിന്ദു, ഒരു പരിധി വരെ ഭക്തനായി അല്ല, ഒരു പരിധി വരെ ഇപ്പൊ TPS പല ലുക്ക് ഉണ്ടാവാം. ഒരു പക്ഷെ അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ബ്രെയിനിന്റെ ആളായിട്ടുണ്ട്. ഒരു പരിധി വരെ നമുക്ക് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും ഒക്കെ തിരിച്ചറിയാൻ പറ്റില്ല, പേര് കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും പലരുടെയും പേര് കേട്ട് കഴിഞ്ഞാൽ വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അപ്പൻ്റെ ആണെന്ന് ചോദിച്ചാൽ അപ്പം നമ്മൾ തീരുമാനിച്ചു ഇയാള്, അല്ലെ ഉപ്പാന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ചോദിക്കുന്നത് പോലും നമ്മൾ മാറ്റണ്ടേ അല്ലെ. അച്ഛന്റെ പേരെന്ന് ചോദിക്കുന്നതും ഉപ്പാന്റെ പേരെന്ന് ചോദിക്കുന്നതും ബാപ്പാന്റെ പേരെന്ന് ചോദിക്കുന്നതും ഡാഡിയുടെ പേരെന്ന് ചോദിക്കുന്നതും ഇതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ബ്രാൻഡ് ചെയ്തു അയാളെ. അതുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം മാത്രം ചോദിക്കാറുണ്ട്. ഇപ്പം ചില പേരുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ ശശി എന്ന പേര് ക്രിസ്ത്യാനിലും ഉണ്ട്, ഷാജി മൂന്നിലുണ്ട്. ഇത് വലിയ കൺഫ്യൂഷനാ. അപ്പന്റെ പേര് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവും, മനസ്സിലാവും. നമ്മളെല്ലാം അതിൽ ക്യൂരിയസ് ആണ് തന്നെ. അത് അല്ല, ക്രോസ് മാരേജിൽ ഇത് മാറിപ്പോയിട്ടുണ്ട്. ഇപ്പം ക്രോസ് മാരേജ് കുറെ നടക്കണ്ടല്ലോ, വ്യത്യസ്തമായ ജാതി മതസ്ഥരൊക്കെ വിവാഹം കഴിക്കുന്ന സമയത്ത്. അപ്പൊ ഭാരതത്തിന്റെ ജാതി മതമില്ലാത്തൊരു ഭാരതമായിരുന്നു, സനാതന മൂല്യം മാത്രമാണ്. അപ്പോൾ ഭാരതം ഹിന്ദു രാഷ്ട്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. കാരണം ഇതേ ന്യായം പറയുന്നുണ്ട്, സിന്ധു നദിയുടെ അപ്പുറത്തായതുകൊണ്ട് ഹിന്ദു എന്ന് വിളിച്ചു പോയതാണെന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദു മതമാണെന്ന് നമുക്ക് പിന്നെ പറയാൻ പറ്റുമോ? സിന്ധുവിൻ്റെ ഇപ്പുറത്തായത് കൊണ്ടാണ് ഹിന്ദു പേര് വന്നതെന്ന് പലരും അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ അത് പറ്റുമോ? ആര്യന്മാരുടെ സംസ്കാരത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടായതെങ്കിൽ ആര്യന്മാരിൽ ഒരു വംശം ഇങ്ങോട്ട് വരികയും മറ്റേ വംശം ഇറാനിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പൊ നമ്മൾ ഇറാനികളുടെ കസിൻ ബ്രദേഴ്സ് അല്ലേ? അവർ ഇറാഖിൽ പോയിട്ടുള്ള കുറച്ച് പേര് വേറെ ജാതിയായി, കുറച്ച് പേര് ഇങ്ങോട്ട് വന്നപ്പോൾ ആയി. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നവരാരാണ് എന്ന് ചോദിക്കുന്നൊരു ചോദ്യം വരും. എവിടെയാണ് ഭാരതം? ഭാരതത്തിൽ വേദം എഴുതപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? മംഗോളിയ ചൈന ബോർഡറിലാണ്. അപ്പോൾ ചൈനയാണോ യഥാർത്ഥ ഭാരതം? അല്ല, അത് സനാതന ധർമ്മ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തിൽ ആ ഭാരതത്തിലല്ല ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ഭാരതത്തിന്റെ ഒറിജിൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒറിജിനൽ അല്ല ഇപ്പം നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു ബൗണ്ടറിയുടെ ഇടയിൽ പെട്ടിട്ടുള്ളവർ നമ്മൾ സ്ഥാപിച്ചെടുക്കുകയാണ്. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ എന്ന് പറയുമ്പോൾ ഭാരതം ഹിമാലയത്തിന്റെ താഴത്തായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. അങ്ങനെ ആയിരുന്നില്ല ഭാരതം. കൈലാസം സെൻറ്ററും അതിനു ചുറ്റും എല്ലാം ഇറാൻ വരെ, രോമകദേശം, റോം വരെ ബൗണ്ടറി രോമകദേശമാണ്. നമ്മുടെ മഹർഷിമാരുടെയൊക്കെ ജന്മം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ട്, ചുറ്റുമുള്ളവരാണ്. ഈ ബൗണ്ടറീസ് അല്ല. അഫ്ഗാനിസ്ഥാനിൽ നമ്മുടെ ശകുനി വിവാഹം കഴിച്ചിട്ടുള്ളത്, ഗാന്ധാരി വന്നിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. അത് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു, ഭരതവംശത്തിലാണ്. അപ്പോൾ ആ ഭാരതം മാറിയിട്ട് ഇതായപ്പോൾ, ചെറുതായപ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, ഇനിയെങ്കിലും നമുക്ക് വേണം എൻ്റെ ഒരു ഐഡന്റിറ്റി. അപ്പോൾ ഐഡന്റിറ്റി ഇല്ലായ്മ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇതിന്റെ ധാരണ. നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പത്തിൽ. ഞാൻ ചോദിക്കുന്നത്, വസുദൈവ കുടുംബകം ആണ് നമ്മുടെ സങ്കല്പം, നമ്മളാണ്. അടുത്ത വാക്ക് നമ്മളാളാണ്. ഇപ്പൊ വസുദൈവ കുടുംബത്തിൽ എങ്ങനെ നമ്മുടെ ആള് വരിക? നിങ്ങളാളും നമ്മളാളുണ്ടോ? ലോകം മുഴുവൻ തറവാടാണെന്നല്ലേ നമ്മുടെ വിശ്വാസം. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നവർ പിന്നെ നമ്മുടെ ആളും നിങ്ങളുടെ ആളും എങ്ങനെയാവും എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ എങ്ങനെയാ പറയാ എൻ്റെ അമ്പലത്തിൽ നിങ്ങൾ കയറരുതെന്ന്? അപ്പൊ എല്ലാ സങ്കല്പങ്ങളെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സനാതന ധർമ്മികളാണ് നമ്മൾ. അല്ല, ആ വിശാല മനസ്സിനെ ചൂഷണം ചെയ്യപ്പെട്ട്, ആ വിശാല മനസ്സിനെ ദ്രോഹിക്കപ്പെട്ട്, ആ വിശാല മനസ്സിനെ ഉപയോഗിച്ച് ഒക്കെ മറ്റൊരു വിഭാഗം വന്നപ്പോൾ അവശേഷിക്കുന്ന വിഭാഗം അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ട്. എൻ്റെ വീട്ടിൻ്റെ കോമ്പൗണ്ട് വാളിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിനകത്ത് കയറിയിട്ട് ആരെങ്കിലും കോലാഹലം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കഴിവും എൻ്റെ കഴിവുകേടും കൂടിയാണെന്ന് കാണണം. അല്ല, ആരെങ്കിലും വന്നിട്ട് എന്നെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കഴിവുകേടായിട്ടല്ലേ കാണേണ്ടത്. അതിനെ പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യം വരുമല്ലോ. ആ കഴിവ് നമുക്കുണ്ടെങ്കിൽ
നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അല്ല, അങ്ങനെ പ്രതിരോധിക്കുമ്പം നമുക്ക് വീണ്ടും കുറച്ച് സങ്കുചിതരാവേണ്ടി വരില്ലേ? സങ്കുചിതരാവണ്ട, അവരെയും കൂടി ഉൾക്കൊള്ളാൻ പറ്റണം. നമ്മുടെ ദേവീ സങ്കല്പത്തില്, ദേവീ സഹസ്രനാമത്തില് ശത്രുബുദ്ധിർ വിനാശായ എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. ശത്രുവിന്റെ ശത്രുതാബുദ്ധിയെ മാറ്റിയെടുക്കാനുള്ള കഴിവ് തരണേ ദേവി എന്നാണ്. അല്ല, ഇപ്പൊ ടിബറ്റ് നമുക്ക് ആരെയും അടിച്ചുള്ളിലാക്കാൻ പറ്റില്ല, പുറത്താക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ലേ? ആക്കാൻ പറ്റുമല്ലോ. അവരൊക്കെ വിവേകാനന്ദ സ്വാമികൾ വന്നിട്ട് എല്ലാവർക്കും ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ പിന്നെ ഗായത്രി പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ ഉള്ളിലേക്കാക്കിയിട്ടില്ലേ? അല്ല, ഇപ്പം ടിപ്പു സുൽത്താൻ നമ്മളെ ആക്രമിക്കാൻ വന്നപ്പോൾ നമ്മുടെ അമ്പലങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ ഒന്ന് കാർക്കിച്ചു തുപ്പിയിരുന്നെങ്കിൽ പോലും അവർ ആക്രമിക്കപ്പെടില്ലായിരുന്നു എന്നൊരു വാദമുണ്ട്. ഇപ്പം ടിബറ്റ് ലോകത്ത് എനിക്ക് തോന്നുന്നു ഡിഫൻസും ഒഫൻസും ഇല്ലാത്ത ഇത്ര ആത്മീയ തലത്തിൽ നിൽക്കുന്ന ഒരു വലിയ ബുദ്ധപ്രദേശമാണ്. അതായത് ലോകത്തിന്റെ ആത്മീയതയുടെ തലസ്ഥാനം ഈ പറയുന്ന നമ്മൾ ഈ ഹിമാലയുള്ള സ്ഥലം, കൈലാസമുള്ള സ്ഥലം. ഭാരതം നോക്കിയാൽ കൈലാസമാണ് സെന്റർ ഓഫ് ഇന്ത്യ, സെന്റർ ഓഫ് ഭാരതം. അവരെ പോലും ഇന്ന് കീഴ്പ്പെടുത്തി, ആയുധം വെച്ചും യുദ്ധം വെച്ചും അവരെ കീഴ്പ്പെടുത്തി. അതെന്തുകൊണ്ടാ വെച്ചാൽ സനാതന ധർമ്മത്തിൽ നമ്മൾ ഒരിക്കലും അഹിംസ എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അഗ്രതശ്ചതുരോ വേദ പൃഷ്ടജ ശരം ധരോ. നമ്മുടെ എല്ലാ ഭഗവാന്മാരുടെ കയ്യിലും ആയുധമുണ്ട്. ദേവീ സങ്കല്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വരദ ഒരു കൈ, പക്ഷെ മറ്റേ കയ്യിൽ ആയുധമില്ലാത്ത ഏതെങ്കിലും ഭഗവതി ഭഗവാന്മാരെ കാണിച്ചു തരാൻ പറ്റുമോ? ശിവൻ കണ്ണടച്ചിരുന്നോളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ശൂലം കയ്യിലുണ്ട്. ആരെങ്കിലും വന്നാൽ കുത്തിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അഗ്രതശ്ചതുരോ വേദ, വേദവും നല്ല വാക്കുകളും സാത്വികതയൊക്കെ ഫ്രണ്ടില്. പൃഷ്ടജശരം ധനു, രാമൻ ആവശ്യത്തിന് എപ്പോഴും അമ്പെടുത്തിട്ടുണ്ട്. എവിടെ അമ്പ് ഉപയോഗിക്കണോ അവിടെ അമ്പ് ഉപയോഗിച്ചോളാനാ പറഞ്ഞത്. കാച്ചാൻ പറഞ്ഞാൽ കാച്ചിക്കൊള്ളാൻ പറഞ്ഞു. അല്ല, അപ്പൊ പിന്നെ നമ്മൾ ലോകാസമസ്ത ചിന്തിക്കുന്നതിനകത്ത് അല്ല, അത് എന്തിനു വേണ്ടിയാവണം? എല്ലാവരുടെയും ഗുണത്തിന് വേണ്ടിയിട്ടാവണം. അതാണ് സനാതന ധർമ്മം. ഓക്കെ. ഇപ്പൊ പാണ്ഡവരും നമ്മുടെ എല്ലാ പുരാണ ഇതിഹാസങ്ങളിൽ രാമനായാലും കൃഷ്ണനായാലും യുദ്ധങ്ങളുടെ കഥയാണ്. അപ്പോൾ സമാധാനമല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മൾ പഠിപ്പിക്കുന്ന യുദ്ധം തന്നെയാണ്. എന്തിനു വേണ്ടിയാണ്? പക്ഷേ രാമന്റെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ടല്ല രാവണനെ കൊല്ലുന്നത്. അങ്ങനെ ഒരു രാജ്യത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുകയും എന്നിട്ട് അവിടെ രാജാവ് ആവുമല്ല ചെയ്തത് നമ്മൾ. അല്ല, അതിപ്പോ ഈ അമേരിക്കൻ ചെയ്യുന്നതല്ലേ. ഇറാഖിനെ പിടിച്ചിറക്കിയിട്ട് അവിടുന്ന് തന്നെ ഒരാളെ അവിടുത്തെ നമ്മൾ ചെയ്തിട്ടുള്ളത് അവരെ നശിപ്പിച്ച്, അയാളുടെ ഒരു ബ്രദർ അവരുടെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ളവർ അവർ ചെയ്യുന്ന സമയത്ത് എന്ത് മാർഗം ഉപയോഗിച്ചിട്ട് അതിനകത്ത് പല ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നാളെ ട്രംപിനെ ചിലപ്പം രാമന്റെ അവതാരമായിട്ട് കണ്ടിട്ട് അമേരിക്കയിൽ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചോട്ടെ, ഇപ്പം എന്താ കുഴപ്പം? തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ അതാവും നന്നായിട്ട്. അന്നത്തെ കാലഘട്ടത്തിൽ രാമൻ ചെയ്തിട്ടുണ്ട്, കൃഷ്ണൻ ചെയ്തിട്ടുള്ളത് അതാണ്. കൃഷ്ണന്റെ എന്താ ആയുധം? സുദർശനമാണ്. എന്താ സുദർശനം? ദർശനം എന്ന് പറഞ്ഞ ഫിലോസഫിയാണ്. സുദർശനം എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ഫിലോസഫിയാണ്. അതായത് ഈ ഫിലോസഫി മനസ്സിലാവുന്നവരോട് ഈ ഫിലോസഫി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ ദേവീ സങ്കല്പത്തില് കറക്റ്റാണ്. ദേവീ സങ്കല്പത്തില് കാളിയുണ്ട്. കാളി സ്വന്തം ഭർത്താവായ ശിവന്റെ നെഞ്ചത്ത് കാല് വെച്ച് നിന്നിട്ട് നൃത്തം ചെയ്തിട്ടുള്ള ആളാണ് ശിവൻ. കാളി സങ്കല്പത്തിലെ പ്രതിഷ്ഠ നോക്കിയാൽ തന്നെ കാണാം, പിക്ചർ നോക്കിയാൽ തന്നെ കാണാം. ശിവൻ കിടക്കുന്നുണ്ട്, കാല് അവിടെയാണ് കാല് അല്ലേ? താര, എല്ലാ ആയുധങ്ങളും ചുറ്റുമുള്ള ആളാണ്. സരസ്വതിയുണ്ട്. ഏറ്റവും ലൈറ്റായിട്ടുള്ള താമരയുടെ മുകളിലിരിക്കുന്ന ദേവിയും നമുക്കുണ്ട്. സ്വത്ത് മാത്രം കയ്യിൽ വെച്ചിരിക്കുന്ന ലക്ഷ്മിയുണ്ട്, നമുക്ക് മഹാലക്ഷ്മിയുണ്ട്. അതേപോലെ തന്നെ ചിന്നമസ്തയുണ്ട്. ഞാൻ എന്ന് പറയുമ്പോൾ കഴുത്ത് പൊക്കാത്ത ആരെങ്കിലും ഉണ്ടോ? സങ്കല്പം കൊണ്ട് എൻ്റെ കഴുത്ത് തന്നെ ഞാൻ വെട്ടി നിൽക്കുകയാണ്. ചിന്നമസ്ത എന്ന് പറഞ്ഞാൽ സ്വന്തം കഴുത്ത് വെട്ടിയിട്ടാണ് നിൽക്കുന്നത്. ബഹളാമുഖിയുണ്ട്, ചിന്നമസ്തയുണ്ട്. ബഹളാമുഖിയുടെ ഭാവം എന്താ? ബഹളാമുഖി എന്ന് പറയുന്നത് ബോട്ടിലേക്ക് കയറാൻ പോകുന്ന രാക്ഷസനെ ചവിട്ടി താഴ്ത്തുന്ന ദേവിയാണ്. ഓരോ 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 ആവശ്യങ്ങൾക്കും പവർ ഉപയോഗിക്കേണ്ടൊക്കെ പവർ. സ്വന്തം ഈഗോ തട്ടിക്കളയേണ്ട സമയത്ത് അത് തട്ടിക്കളയും. ഈ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ബഹളാമുഖിയുടെ ആരാധകരാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ പിന്നെ ആസാമിലുള്ള ദേവീ സങ്കല്പവും കേരളത്തിലുള്ള ദേവീ സങ്കല്പവും, കേരളത്തിൽ തന്നെ നനദുർഗ, വനദുർഗ, നനഞ്ഞിരിക്കുന്ന ദുർഗയും വനത്തിലിരിക്കുന്ന ദുർഗയുണ്ട്. 56 അക്ഷരങ്ങളുണ്ടെങ്കിൽ 56 അക്ഷരത്തിലും ഓരോ ദേവിയുടെ പേരുണ്ട്. അല്ല, ഇതെല്ലാം ഭാവാരാധനയുടെ ഭാഗമാണ്. നമ്മുടെ ഉള്ളിലുള്ള വ്യത്യസ്തമായ ഭാവങ്ങൾ.
അല്ല, അപ്പം ഞാൻ ചോദിച്ചോട്ടെ അഭിജിത്തെ, ഇപ്പം നമുക്ക് പുരുഷന്മാർക്ക് ഇത്രയും ഭാവങ്ങളുള്ള ദേവന്മാരില്ല, സ്ത്രീകൾക്കാണ്. സ്ത്രീകളാണ് ഈ ഭാവമാറ്റത്തിൽ, സ്ത്രീ ഭാവം അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് ഇത്രത്തോളം ഭാവമാറ്റം ഉണ്ടാകുന്നതെന്നുള്ള കാരണം ആണല്ലോ മാനസികമായിട്ട്. അതിന്റെ എഫക്റ്റ് പുരുഷന്മാരിലാണ്. അല്ല, ദേവി ദേവന്മാരുടെ സങ്കല്പങ്ങൾ, അർദ്ധനാരീശ്വര സങ്കല്പങ്ങൾ, ദേവി ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു മതമുണ്ടെങ്കിൽ അത് ഹിന്ദുമതമാണ്. ലേഡി മാത്രം ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ടുള്ള വേറെ ഏതെങ്കിലും മതം എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അല്ല, അപ്പം ഇവിടെ നമ്മൾ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ നമ്മൾ സങ്കല്പിക്കും. 16,008 ദേവതകളുള്ള ഹിന്ദു മതം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ നേരെ അപ്പുറത്ത് സെമിറ്റിക് മതങ്ങളെ പറ്റി കൂടെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. സെമിറ്റിക് മതങ്ങൾ, അതായത് ഇപ്പോൾ ജൂതമതമായാലും ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും, ഇവരെല്ലാം ഏകദൈവത്തിൽ വിശ്വസിക്കണമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഭാവങ്ങളുള്ള മനുഷ്യന്, ഇത്രയും തലങ്ങളുള്ള മനുഷ്യന്, ഒരു മനുഷ്യൻ ചുരുങ്ങിപ്പോകില്ലേ ഏകദൈവ സങ്കല്പത്തിലേക്ക് എത്തുമ്പോൾ? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മാത്രമാണല്ലോ അവിടെ ഭരിക്കുന്നത്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ട്രംപാണ് അൾട്ടിമേറ്റ് ഡിസിഷൻ, ആണോ അല്ലയോ? അതെ. നമ്മുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ആണോ? അല്ല. പ്രൈം മിനിസ്റ്റർ ആണോ? അല്ല. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണോ? അല്ല. നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റവും ഒരു തരത്തിൽ പറഞ്ഞാൽ ഹിന്ദുമത അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ ദൈവസങ്കല്പവും ഒരേപോലെയാണ്. അല്ല, അപ്പം ഞാൻ ചോദിച്ചോട്ടെ, അമേരിക്കയാണ് ഇപ്പോൾ ലോകത്തെ ഭരിക്കുന്നത്, അമേരിക്കയാണ് ലോക പോലീസ്, ആ സങ്കല്പം ശരിയാണെന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ശരിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ദൈവസങ്കല്പമാണ്, ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ആണ്. പണ്ട് രാമൻ ഉണ്ടായിരുന്നു ഭരിക്കുന്ന സമയത്തും രാമന് അഡ്വൈസേഴ്സ് ആയിട്ട് എത്ര പേരുണ്ടായിരുന്നു അറിയും? അല്ല, ഞാനിപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ ഇത് ഈ കോൺസെപ്റ്റുകൾ പിന്നെ സോഷ്യലൈസ്ഡ് കോൺസെപ്റ്റ് ആണ്. അല്ല, ചില കോൺസെപ്റ്റുകൾ അബാൻഡൻഡ് ആകുന്നു എന്ന് നമ്മൾ ഭയക്കേണ്ടി ഇപ്പം ഇതിൽ ഏറ്റവും വിശാലമായ സങ്കല്പം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ടിബറ്റിനെ പറ്റി തന്നെ ചിന്തിക്കണം. ഇപ്പം നമ്മൾ ടിബറ്റ് മുഴുവൻ ഹിന്ദുക്കളാണ് എന്ന് വേണേൽ ചിന്തിക്കാൻ പറ്റും. പക്ഷേ ടിബറ്റിലെ ഹിന്ദുക്കൾ മുഴുവൻ നോൺ വെജ് കഴിക്കുന്നവരായിരിക്കും, കാരണം അവിടെ ഒന്നും വിളയാൻ സാധ്യതയില്ല. യാക്ക് ആണ് കഴിക്കുക. അത് ആ മൃഗത്തിൻ്റെ ഇതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ലോകത്ത് യുദ്ധത്തിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ ഉള്ള രാജ്യമാണ് അമേരിക്ക. എനിക്കൊന്ന് ലോകത്ത് ചുരുക്കം രാജ്യങ്ങളൊക്കെ അത് ഉണ്ടാവത്തുള്ളൂ. ഡിഫൻസ് ഉണ്ടാവാം, നമുക്കൊക്കെ പ്രതിരോധ മന്ത്രാലയമാണുള്ളത്. ഇത് രണ്ടും ചിന്തിക്കാത്ത ഒരു ജനസമൂഹമായിരുന്നു ടിബറ്റിലുണ്ടായിരുന്നത്. ഇപ്പോഴും അത് തന്നെ. അവർക്ക് ഇന്ന് രാജ്യമില്ലാതായി. അത് ഞാൻ പറഞ്ഞില്ലേ, ഭാരതത്തിന്റെ ഭാഗമായ വലിയൊരു സാമ്രാജ്യം ഉണ്ടായിരുന്ന, കൈലാസത്തിലേക്ക് പോകുമ്പോൾ ആൾക്കാർക്ക് പാർക്കാനുള്ള കുറേ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നൊരു സ്ഥലം ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതാണ്. ആ യാത്ര ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലാവും, നമ്മൾ പണ്ട് പരശുരാമൻ ശിവനെ കാണാൻ വേണ്ടി കൈലാസത്തിലേക്ക് പോകുമ്പോൾ ടിബറ്റ് വഴിയാണ് പോകുന്നത്. നമ്മുടെ കുബേരൻ്റെ നാട് ടിബറ്റാണ്. മികവുടയ കുബേരപത്തനത്തിൽ സുഖനകമാകിയ താഴികക്കുടങ്ങൾ സ്വർണമായിരുന്നു. ഈ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഓരോരോ ചോലവൃക്ഷങ്ങളോട് അവനി സുധാ സ്നാന സംശുദ്ധമാം തണ്ണീരോലും രാമഗിരിയാശ്രമ നിരയിൽ അരഞ്ഞിടിനാൻ യക്ഷനേകൻ എന്നാണ്. യക്ഷൻ നടക്കുന്ന സമയത്ത് ആ കാളിദാസന്റെ കവിതയാണ്. സീതക്ക് നടക്കാൻ പറ്റാത്ത വിധം മരങ്ങളുടെ ഇടയിലൂടെ ശബ്ദം കേൾക്കാം, ഇവിടെ വെള്ളം കിട്ടുന്നു, അവിടെ പോയി കുളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മരങ്ങളുടെ ഇടയിലൂടെ നടക്കാൻ സ്ഥലമില്ലാത്തൊരു കാലത്ത് നിന്ന് മരുഭൂമിയായിട്ട് ഒരു പൂ ഉണ്ടാവുമ്പോൾ 5 ഇതളുണ്ടെങ്കിൽ 1 ഇതള് മാത്രം നിലനിൽക്കും, ബാക്കി ഇതളുകൾക്ക് കാറ്റടിച്ചു പോകുന്നൊരു കാലത്തേക്ക് മാറി. പ്രകൃതി മാറി, ലോകം മാറി. നമ്മൾ സംസാരിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാലമാണ്. ഇത് പഴയ ടിബറ്റിനെ പറ്റി ഇങ്ങനെയാണ് നമ്മുടെ മേഘസന്ദേശവും ശിഷ്യനും മകനും എന്ന ഒക്കെ വായിച്ച് പഠിച്ചിട്ട് ടിബറ്റിന്റെ സങ്കല്പങ്ങൾ മനസ്സിലിരിക്കുമ്പോഴാണ് ഞാൻ ടിബറ്റ് പോകുന്ന സമയത്ത് ഒരു പുല്ല് പോലും വളരില്ല. ആ പുല്ലിന്റെ ബ്ലേഡ് കട്ട് ചെയ്തിട്ടുണ്ടാവും. വളർന്നു വരുമ്പോഴത്തേക്കും കാറ്റടിക്കും, അത്രയും കാറ്റാണ്, സ്ട്രോങ് ആണ്. ആ സ്ട്രോങ് ആയിട്ടുള്ള കാറ്റാണ് ഞാൻ പറഞ്ഞത്. 5 ഇതളുള്ള പൂവ് നിലത്ത് വീണാൽ 1 ഇതള് മാത്രം നിലത്ത് കിടക്കുകയും ബാക്കി 4 ഇതളും കട്ട് ചെയ്തു പോകുന്ന കാറ്റ്. അവിടെ ടിബറ്റിൽ അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മളീ പറയുന്ന ഗോഡ്സ് ഓൺ വാലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ. അത് കടന്നിട്ടാണ് നമ്മൾ കൈലാസം പ്രദക്ഷിണം വെക്കേണ്ടത്. അവിടെ ഇരിക്കുന്നവരെന്താ ചെയ്യണത്? ഇവിടുന്ന് എത്ര ദൂരേ ഉള്ളൂ എന്നറിയാം. നമ്മുടെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന അവിടുന്ന് 1500 കിലോമീറ്റർ പോയുള്ള സ്ഥലമാണ്. തെക്കേറ്റത്തേക്ക് എത്താൻ 3600 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ആ സ്ഥലത്ത് യാക്ക് എന്ന മൃഗത്തിന്റെ തൊലിയാണ് അവർ ഉടുക്കുന്നത് ഇപ്പോഴും. ആ തൊലിയിൽ രക്തം പൂർണ്ണമായിട്ടും തീരുന്നതിന് മുമ്പ് അത് ഉടുക്കണം. ആ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അത് കഴിഞ്ഞിട്ട് യാക്കിൻ്റെ ഡങ് ഉപയോഗിച്ചിട്ട്, അതിൻ്റെ കാഷ്ടം ഉപയോഗിച്ചിട്ടാണ് അവർ തീ ഉണ്ടാക്കുന്നത്. എന്നിട്ട് യാക്കിൻ്റെ പാലാണ് കുടിക്കുന്നത്, അതിൻ്റെ ശവമാണ് തിന്നുന്നത്. ഒരു മൃഗത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു മൃഗമാണ് മനുഷ്യനവിടെ. നമ്മളൊക്കെ പോകുന്ന സമയത്ത് പോക്കറ്റിൽ പേനയുണ്ട്. അന്ന് നമ്മളൊക്കെ റിനോൾസിൻ്റെ പേനയാണ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ തൊട്ട് കാണിക്കും, അത് വേണം. എന്തിനാണെന്ന് അവർക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്തിനാ ഇപ്പം പേന. ഞാനൊരു പേന കൊടുത്തു. ചെറിയ പെൺകുട്ടികളാണ്, ഒന്നും ഇട്ടിട്ടില്ല, ഇത് മാത്രമേ ഉള്ളൂ. നേരെ കൊണ്ടുപോയിട്ട് എന്തായിരുന്നു അറിയാം? ഇത് ഏത് വർഷത്തെ കഥ? 1994 അത് നേരെ കൊണ്ടുപോയിട്ട് ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു കല്ലെടുത്തിട്ട് ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചിട്ട് അതിൻ്റെ മഷി എടുത്തിട്ട് നെയിൽ പോളിഷ് ഇടാനാണ്. ഓ, അവർക്ക് കണ്ണ് കാണില്ല പലർക്കും, അറിയോ? കാരണം സൺലൈറ്റ് അടിച്ചിട്ട് ഇറേഡിയേഷൻ കൊണ്ട് കണ്ണ് അടിച്ചു പോയിട്ടുണ്ടാവും. കുറച്ച് ബ്രൈറ്റ്നസ് കുറവായിരിക്കും കാണുന്നതൊക്കെ. ഇവിടെയൊക്കെ കീറിയിട്ട് ബ്ലാക്ക് കളറാവും. കാരണം ഈ ഇറേഡിയേഷൻ ചുമന്നിരിക്കാൻ കാരണം റെഡ് ബ്ലഡാണ്. അതല്ലാതെ നല്ല ചീക്സ് റെഡ് ആയതല്ല. ആ ജന്മം ജീവിക്കുന്നവർ, ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തപ്പോൾ അത് നോക്കിയിട്ട് എറിയാണ്. അവരെന്താണെന്ന് പോലും അറിയില്ല. നമ്മൾ ലാവിഷായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ ആലോചിക്കണം, അങ്ങനെ ഒരു ജന്മം. അതാണ് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ വാലി. ഇതൊന്നുമല്ല, കേരളമൊന്നുമല്ല ഗോഡ്സ് ഓൺ കൺട്രി, അതാണ് ഗോഡ്സ് ഓൺ കൺട്രി. അവിടെയാണ് നമ്മുടെ ശിവനും പാർവതിയും ഒക്കെ. ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്ത കഥയാണ് രാമായണം. അത് പറഞ്ഞു കൊടുത്ത സ്ഥലത്താണ് ഇത് നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഇത് കാലം മാറി. നമ്മൾ സംസാരിക്കുന്നത് 16 ലക്ഷത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. 3200 വർഷം കഴിഞ്ഞു നമ്മൾ കലികാലത്തിൽ. 3,26,000 അത്രയും കൊല്ലങ്ങൾക്ക് ശേഷം അതിന് മൾട്ടിപ്ലൈ ബൈ 2 ആണ് ദ്വാപരയുഗം, മൾട്ടിപ്ലൈ ബൈ 3 ആണ് ത്രേതായുഗം. ആ ത്രേതായുഗത്തിന്റെ ആദ്യകാലത്താണ് രാമൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 16 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് നമ്മൾ പറയുന്നത്. അതിനു മുമ്പാണ് ശിവൻ ജീവിച്ചിട്ടുള്ളത്. ശിവനാണല്ലോ വലിയ പൂപ്പൻ നമ്മുടെയൊക്കെ. അപ്പൊ ആ കാലത്തുണ്ടായിരുന്ന ടിബറ്റ് അല്ല ഇന്നത്തെ ടിബറ്റ് എന്ന് മനസ്സിലാക്കണം. കാലം മാറി, അതുകൊണ്ട് യുഗം മാറി, അവിടുത്തെ മനുഷ്യന്മാർ മാറി. അന്നുണ്ടായിരുന്നവരൊക്കെ കാട്ടിൽ നടക്കുകയും, പക്ഷെ അന്നുണ്ടായിരുന്നവർ അങ്ങനെ ജീവിച്ചിരുന്നുണ്ടാവും. ഇപ്പം നമ്മൾ ടിബറ്റിന്റെ ഒരു സമ്പന്നതയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കിവിടെ ടിബറ്റ്, ഇവിടെ ഹിമാലയ, പിന്നെ ബൈലക്കൂപ്പ നമ്മുടെ ബോർഡറിൽ, അത് കണ്ണൂരിൽ നിന്ന് കയറിപ്പോകാൻ നമുക്ക് അവിടെ ചെന്നാൽ നമുക്ക് ഗോൾഡൻ ടെമ്പിൾ കാണാൻ പറ്റും. ഈ ഗോൾഡൻ എന്നുള്ളത് നല്ല മണലില് ഈ സൺലൈറ്റിന്റെ റിഫ്ലക്ഷൻ വരുമ്പോൾ കാണുന്നതാണ് ഗോൾഡ്. അതല്ലാതെ ഗോൾഡ് ഇല്ല, അത് കവിസങ്കല്പമാണ്. പക്ഷെ ഇവിടെ സ്വർണ്ണം പൂശി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് യഥാർത്ഥ സങ്കല്പം എന്ന് പറയുന്നത് ആ സങ്കല്പമാണ്. മനസ്സിലായി? മെക്കനസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, ഇംഗ്ലീഷ് സിനിമയാണ്. നമ്മൾ യൂറോപ്പിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നേരെ താഴത്ത് നോക്കി അഫ്ഗാനിസ്ഥാൻ കംപ്ലീറ്റ് സ്വർണ്ണ ഖനിയായിട്ട് തോന്നും. വൈകുന്നേരത്തെ ഫ്ലൈറ്റ് എടുക്കണം. ഇവിടെ അങ്ങനെ റിഫ്ലക്ഷൻ വരാത്തത് കൊണ്ട് അവരത് ഗോൾഡ് ആക്കി. മനസ്സിലായി? ഓക്കെ, നമുക്ക് നമ്മളുടെ ചർച്ച തുടങ്ങിയത് നമ്മുടെ ജാതി വ്യവസ്ഥയിൽ നിന്ന് അല്ല. അതുകൊണ്ട് അവരുടെ ജാതി എന്താന്ന് വെച്ചാൽ, അവരിപ്പോ ഹിന്ദുക്കളാണോ ചോദിച്ചാൽ അല്ല, ക്രിസ്ത്യാനോ ചോദിച്ചാൽ അല്ല, മുസ്ലിം ആണോ അല്ല. അങ്ങനെ ജീവിക്കുന്ന ഒന്നും അല്ലാത്ത എത്രയോ പേരുണ്ട്. നമ്മുടെ എല്ലാ കാട്ടിൽ ജീവിച്ചിരുന്ന കുറേ ജനങ്ങൾ അങ്ങനെയുള്ളവരായിരുന്നു. അവരെ നമ്മൾ കൺവെർട്ട് ചെയ്തിട്ട് എന്തൊക്കെയോ ആക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അവരൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ, ഹിന്ദുവിൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് നിങ്ങൾ എന്നെ ഹിന്ദു എന്ന് വിളിക്കുന്നു. അല്ലാതെ ഞാൻ ഹിന്ദു ഒന്നുമല്ല. ഞാനിപ്പോഴും മനുഷ്യമൂല്യമുള്ള, മനുഷ്യത്വമുള്ള, സോഷ്യൽ ബീയിങ് സോഷ്യൽ, ഹ്യൂമൻ ബീയിങ് ഹ്യൂമൻ. ഈ 2 കഴിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഏത് ജാതിയിൽ ആര് പെട്ടാലും ഒരു കുഴപ്പമില്ല. ഞാൻ സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൽ വർക്ക് ചെയ്തുകൊണ്ട്, സയൻറ്റിസ്റ്റ് അസോസിയേഷനിൽ പെട്ടതുകൊണ്ട് എനിക്ക് പോലീസ് അസോസിയേഷനോട് വല്ല എതിർപ്പും ഉണ്ടാവണം? ബാർബർ അസോസിയേഷനോട് എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അവർ മോശമാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ഞാൻ പെട്ടിരിക്കുന്ന ആ പണി വിട്ടിട്ട് വേറൊരു പണിയിൽ പോയാലോ? അതാണ് എൻ്റെ അസോസിയേഷൻ. അത്രയ്ക്കും.